Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തന്റെ കടുത്ത രോഗാവസ്ഥയിലും പടന്നയിലെ സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കാൻ അവസരം നൽകിയ അധികൃതർക്ക് വേറിട്ട രീതിയിൽ നന്ദി അർപ്പിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ അക്ഷരരൂപത്തിൽ അണിനിരന്നാണ് നന്ദി അറിയിച്ചത്. തന്റെ കടുത്ത രോഗാവസ്ഥയിലും പടന്നയിലെ സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കാൻ അവസരം നൽകിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വിദ്യാഭ്യാസ അധികൃതർക്കും വേറിട്ട രീതിയിൽ നന്ദി അർപ്പിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിലെ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ അക്ഷരരൂപത്തിൽ അണിനിരന്നാണ് നന്ദി അറിയിച്ചത്. ശരീരത്തെ തളർത്തുന്ന വേദനയിലും തോൽക്കാൻ മനസ്സില്ലാത്ത സിയയുടെ മനക്കരുത്തിന് വിദ്യാഭ്യാസ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ആദരവുമായാണ് സ്കൂളിലെ 1100-ൽ പരം വിദ്യാർത്ഥികൾ അണിനിരന്ന് സ്റ്റേഡിയത്തിൽ നന്ദി എന്ന കൂറ്റൻ അക്ഷരമാല തീർത്തത്. സ്കൂൾ പ്രിൻസിപ്പൽ MC ശിഹാബിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ഈ വേറിട്ട സ്നേഹപ്രകടനത്തിന് നാടൻ കലാപ്രവർത്തകൻ ജുനൈദ് മെട്ടമലാണ് സംവിധാനമൊരുക്കിയത്. സിയ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിയുടെ കണ്ണീരും സ്വപ്നവും കണ്ടില്ലെന്ന് നടിക്കാതെ നിയമങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച ഓൺലൈൻ മത്സര പങ്കാളിത്തം മാതൃകാപരമാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കൊച്ചു കലാകാരിക്ക് അതൊരു പുതുജീവൻ നൽകും. വിദ്യാലയത്തിന്റെയും സിയയുടെ മാതാപിതാക്കളുടെയും സ്നേഹാദരങ്ങൾ അറിയിക്കുന്നുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ എല്ലാവരോടുമുള്ള നന്ദി സൂചകം തന്നെയാണ്. ഈ സമീപനവുമായി നമ്മൾ സഹകരിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവർ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ ജനപ്രതിനിധികൾ, നാട്ടുകാർ, അതേപോലെ ജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, വിശിഷ്യ മാധ്യമ പ്രതിനിധികൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുട്ടിയെ ഏറ്റെടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി അർപ്പിച്ചിരിക്കുകയാണ്. ഹൈസ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നന്ദി പ്രകടനത്തിൽ അണിനിരന്നു. സ്കൂൾ പ്രിൻസിപ്പൽ MC ശിഹാബ്, പ്രധാനാധ്യാപിക VK ശശികല, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VC സുബൈദ, പഞ്ചായത്ത് അംഗങ്ങളായ VK അബ്ദുള്ള, P പവിത്രൻ, ആയിഷ പാണ്ഡ്യാല, PTA പ്രസിഡന്റ് TKM റഫീഖ്, മദർ PTA പ്രസിഡന്റ് K ആയിഷ, സ്റ്റാഫ് സെക്രട്ടറി TV രോഷ്ന, M ഷീബ, CP ദിവ്യ, മുസ്തഫ കാവുങ്കൽ, M റാഷിദ്, K യദുനാഥ്, MV രാഹുൽ, KV ബിനേഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോയിപ്രയിൽ നിർമ്മിച്ച ജവഹർലാൽ നെഹ്റു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ K സുധാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോയിപ്രയിൽ നിർമ്മിച്ച ജവഹർലാൽ നെഹ്റു സ്മാരക മന്ദിരം AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാ വൈവിധ്യങ്ങളുള്ളൊരു നാടാണ് ഈ നാട്. ഒരുമിച്ച് പോകുമെന്ന് ലോകത്തിൽ ആരും കരുതിയിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കന്മാർ പ്രതികരിച്ചത് ഇന്ത്യ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല. ആ രാജ്യത്ത് വൈവിധ്യങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. ഈ നാടിനെ കോർത്തിണക്കി കൊണ്ടുപോകാൻ ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല എന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരും.
പ്രിയദർശിനി ഹാൾ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 13ാം വാർഡ് മെമ്പർ ശാന്തകുമാരി ടീച്ചറുടെ ഓഫീസിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ അനാച്ഛാദനം വെള്ളോറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് കട്ടത്തറ നിർവഹിച്ചു. KPCC മെമ്പർ റിജിൽ മാക്കുറ്റി മുഖ്യ പ്രഭാഷണം നടത്തി. പി ബലരാജൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ആദരിച്ചു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ, ജെയിംസ് പോൾ, P ശിവദാസ്, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, AJ തോമസ്, മാതമംഗലം മണ്ഡലം പ്രസിഡന്റ് NV ശ്രീനിവാസൻ, വാർഡ് മെമ്പർ M ശാന്തകുമാരി ടീച്ചർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മഹിത മോഹൻ, ഇക്ബാൽ കോയിപ്ര, സ്വപ്ന റിജിൽ, A രൂപേഷ്, ആകാശ് ഭാസ്കർ, K ഷനോജ്, കൊയ്യത്ത് കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടാം എന്ന സന്ദേശവുമായി കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ചന്ദേര പോലീസിന്റെയും നേതൃത്വത്തിൽ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ജനുവരി 20 നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടാമെന്ന സന്ദേശവുമായി കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ചന്ദേര പോലീസിന്റെയും നേതൃത്വത്തിൽ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. ജനുവരി 20 നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ നടന്ന മത്സരം ചന്ദേര പോലീസ് സ്റ്റേഷൻ ഓഫീസർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ലഹരിയിൽ നിന്നും നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരാവിലെ തന്നെ നമ്മൾ ഉറക്കമുണരുന്നില്ല എന്നുള്ള പ്രശ്നമാണ് യുവത്വത്തിലെ പ്രശ്നം. എല്ലാവരും വൈകി ഉറങ്ങുന്നു, ഉറക്കമുണരുന്നത് ലേറ്റായിട്ടാണ്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലായാലും കുട്ടികളൊക്കെ ഉണരാൻ വൈകുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ പ്രസിഡന്റ് PP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. COA കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗം VA കലേഷ് കുമാർ, VM സഹദേവൻ, ചന്ദേര SI സതീഷ് കുമാർ NK, CPO ദീപേഷ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി KV രാജൻ സ്വാഗതവും P പ്രസാദ് നന്ദിയും പറഞ്ഞു. മത്സരത്തിൽ ചന്ദേര പോലീസ് ടീം വിജയിച്ചു. രഞ്ജിത്ത് കരിവെള്ളൂർ മാൻ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള എക്സൈസ് വകുപ്പിന്റെ ലഹരി വിമുക്ത കേരളം പരിപാടിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പ്രോഗ്രാമിന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലതല പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് നിർവഹിച്ചു. കേരള എക്സൈസ് വകുപ്പ് എക്സൈസ് ഡിവിഷൻ കണ്ണൂർ പയ്യന്നൂർ നിയോജക മണ്ഡലം നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ 5ാം ഘട്ടത്തിന്റെ ഭാഗമായി ലഹരിമുക്ത കേരളം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലതല പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് നിർവഹിച്ചു. 20 തവണ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവരവരുടെ ജോലിയുടെ ഭാഗമാണ്. ആ ജോലിയുടെ ഭാഗമാണെങ്കിൽ പോലും നമ്മുടെ ഈ നാട് മുടിഞ്ഞു പോകരുത് എന്ന നിലയിലുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിലെല്ലാവരിലേക്കും എത്തിക്കണം. KV പ്രീത അധ്യക്ഷത വഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി, രാജേഷ് K, പയ്യന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശൻ K, മറ്റ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ ലഹരിക്കെതിരെ ശക്തമായ അവബോധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ നടന്ന പരിപാടിയിൽ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും കണ്ടങ്കാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെയും SPC കേഡറ്റുകളും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് ലഹരി വിരുദ്ധ നിയമ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും വർദ്ധിച്ചുവരുന്ന മതത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കുമെന്ന് MN കാരശ്ശേരി.
അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ KP കുഞ്ഞിരാമ പൊതുവാൾ അനുസ്മരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും വർദ്ധിച്ചു വരുന്ന മതത്തിന്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കുമെന്നും മതേതരത്വത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഇനിയും ശക്തിപ്പെടണമെന്നും MN കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ KP കുഞ്ഞിരാമ പൊതുവാൾ അനുസ്മരണ സമ്മേളനത്തിൽ എന്താണ് മതേതരത്വം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെ സ്വാധീനം ജാതിയുടെ വ്യാപനത്തിനും സ്ത്രീ പുരുഷ സമത്വം നിഷേധിക്കുന്നതിനും കാരണമാകുമെന്നും കേരളത്തിൽ സ്ത്രീകൾ ഉന്നത പദവിയിലെത്താത്തത് മതത്തിന്റെ സ്വാധീനം കാരണമാണെന്നും വോട്ടിനായി ജനാധിപത്യ കക്ഷികൾ നവോത്ഥാന മൂല്യങ്ങളെ ബലി കൊടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KP മാലതി KP അനുസ്മരണ പ്രഭാഷണം നടത്തി. U. രാജേഷ്, CK ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സെബത്രാക്കോയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സെബത്രാക്കോ അസോസിയേഷനും തൃക്കരിപ്പൂർ സെബത്രാക്കോ അക്കാദമിയും ചേർന്ന് അനുമോദിച്ചു. ഇളമ്പച്ചി ഫായ്ക അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ 8 കളിക്കാർക്കാണ് അനുമോദനം നൽകിയത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്ന സെപക് താക്രോ ഇന്ത്യൻ ടീമിന്റെ ഡൽഹിയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത K. ശ്രേയ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ സെപക് താക്രോയിൽ 1ാം സ്ഥാനം നേടിയ ടീം അംഗം ശിവനന്ദ തമ്പാൻ, പഞ്ചാബിലെ പഗ്വാരയിൽ നടന്ന ദേശീയ സെപക് താക്രോ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളായ K. ദേവിക, നന്ദന ബാബു, ശിവനന്ദ തമ്പാൻ, ഗുജറാത്തിലെ DUവിൽ നടന്ന മേഖല ഇന്ത്യ ബീച്ച് ഗെയിംസിൽ പങ്കെടുത്ത മറീന ഷിജു, P. ഷക്കീർ, N. ഹരിനന്ദൻ എന്നിവരെയാണ് അനുമോദിച്ചത്. ഫായ്ക അക്കാദമിയിൽ നടന്ന അനുമോദന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് സെപക് താക്രോയെ പറ്റി കൃത്യമായി അറിയാനും നിരവധി കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തി ഭാവിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഉന്നത തലത്തിലേക്ക് എത്തിക്കാനും ഈ ഒരു കഴിഞ്ഞ നാഷണൽ ചാമ്പ്യൻഷിപ്പോടുകൂടി ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര വരെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കുട്ടികൾ മാത്രം അതിലേക്ക് വരികയും അത് പ്രാക്ടീസ് കൃത്യമായി ചെയ്ത് ഓരോ കുട്ടികൾ നല്ല ഉന്നതത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും മുഴുവനായും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആ നാഷണൽ ചാമ്പ്യൻഷിപ്പോട്ട് കൂടിയാണ്. സെപക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് C. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബാബു, ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, K. മധുസൂദനൻ, MTP ബഷീർ, MC ഖദീജ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സ്ഥലം ഒരു തടസ്സമല്ല, താല്പര്യവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ കൃഷി വിജയിക്കുമെന്നതിന് ഉജ്ജ്വല ഉദാഹരണമായി പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളയിച്ച് ഇരണാവ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂൾ പരിസരത്ത് 250ഓളം ഗ്രോ ബാഗുകളിലായാണ് ഈ കുട്ടി കർഷകർ പച്ചക്കറി കൃഷി നടത്തിയത്. കൃഷിക്കായി സ്കൂളിന് സമീപത്തെ സ്ഥലം ആവശ്യപ്പെട്ടെങ്കിലും സ്വകാര്യ വ്യക്തികൾ നൽകാൻ തയ്യാറായില്ല. എന്നാൽ കൃഷി ചെയ്തേ അടങ്ങൂ എന്ന ഉറച്ച മനസ്സോടെ കുട്ടികൾ ഗ്രോ ബാഗ് കൃഷിയിലേക്ക് തിരിഞ്ഞു. സ്കൂൾ മതിലിന്മേലും പുറകുവശങ്ങളിലും ലഭ്യമായ ഇടങ്ങളിലൊക്കെയും ഗ്രോ ബാഗുകൾ ഒരുക്കിയാണ് കൃഷി നടത്തിയത്. വെണ്ട, പയർ, ചീര, വഴുതന, താലോരി, കൊത്തവര തുടങ്ങിയ വ്യത്യസ്ത പച്ചക്കറികളോടൊപ്പം ചെണ്ടുമല്ലിക, സൂര്യകാന്തി പോലുള്ള പുഷ്പങ്ങളും കുട്ടികൾ കൃഷി ചെയ്തു. വിളവെടുപ്പ് ഉത്സവം കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുകയും സ്വയം കൃഷി ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും പറഞ്ഞു. 250ഓളം ബാഗുകളിൽ ജൈവ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ PTA കമ്മിറ്റി അംഗങ്ങൾ, മദർ PTA കമ്മിറ്റി അംഗങ്ങൾ, കുട്ടികൾ എല്ലാവരും, ഇവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇതുമായി സഹകരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി നടന്ന വിളവെടുപ്പ് ചടങ്ങിൽ PTA പ്രസിഡന്റ് P. കണ്ണൻ, P. ശമൽ, P. പ്രീത, P. രേഷ്മ, K. പ്രീത, K. പ്രകാശൻ, ലഗേഷ് VV, M. സുജിത്, KC ഷാജി, K. അനിത, ഋതിക ധനേഷ് എന്നിവർ പങ്കെടുത്തു. പാഠപുസ്തകത്തിന് പുറത്തേക്ക് കൃഷിയുടെ പാഠം പഠിപ്പിച്ച ഇരണാവ് UP സ്കൂളിലെ ഈ ശ്രമം നാടിന് തന്നെ മാതൃകയാകുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കഠിനാധ്വാനം ചെയ്തിറക്കിയ കൃഷി കൺമുന്നിൽ കരിഞ്ഞുണങ്ങുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് കാങ്കോൽ താഴെക്കുറന്ത് കല്ലഞ്ചിറയിലെ കർഷകർ. ആവശ്യത്തിന് ജലം ലഭിക്കാത്തതിനെ തുടർന്ന് ഈ മേഖലയിലെ ഏകദേശം 8 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷിയാണ് പൂർണ്ണമായും നശിക്കുന്നത്.
മറ്റു പ്രദേശങ്ങളിലെല്ലാം മഴ ലഭിച്ചിട്ടും കല്ലഞ്ചിറ വയലുകളിൽ അതിന്റെ പ്രയോജനം ലഭിച്ചില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഞാറ് നട്ട സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരടി പോലും വളരാതെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലയിടങ്ങളിലും പാടം വിണ്ടുകീറിയ നിലയിലാണ്. കൃഷി പാതി വഴിയിൽ നശിച്ചതോടെ കർഷകരുടെ കഠിനമായ അധ്വാനവും പണവും ഒരുപോലെ നഷ്ടപ്പെട്ട അവസ്ഥയാണിവിടെ. ജലക്ഷാമത്തിന് പുറമെ കാട്ടുപന്നികളുടെ ശല്യം കൂടി വർദ്ധിച്ചത് കർഷകരുടെ നട്ടലൊടിക്കുകയാണ്. കഷ്ടിച്ച് ബാക്കിയുള്ള കൃഷി പോലും പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുകയാണിവിടെ. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും താഴെത്തട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം നെല്ല് വളർന്നിട്ടില്ല എന്നതാണ് വലിയൊരു പ്രശ്നം. കാരണം ഈ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ഇല്ല. ഒന്നാമത് ആണിത്തോടും കാര്യങ്ങളിലാക്കണം, ആക്കി കഴിഞ്ഞിട്ട് വേണം വെള്ളം ഇവിടെ എത്തണമെങ്കിൽ. കൃഷിനാശം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജലസേചന സൗകര്യം ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പായസം പാചക മത്സരം സംഘടിപ്പിച്ചു. മത്സരം CPM കണ്ടോത്ത് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി കുനിയൽ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പായസം പാചക മത്സരം നടത്തി. മത്സരം CPM കണ്ടോത്ത് സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി കുനിയൽ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ കാരപ്രഥമനുണ്ടാക്കിയ സൗപർണിക കുടുംബശ്രീ 1ാം സ്ഥാനവും ധനശ്രീ കുടുംബശ്രീ 2ാം സ്ഥാനവും ദീപം കുടുംബശ്രീ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പ്രശസ്ത പാചക വിദഗ്ധരായ തരങ്കണി രവീന്ദ്രൻ, VK ശശികുമാർ, കണ്ണാട അശോകൻ തുടങ്ങിയവർ മത്സരത്തിന്റെ വിധികർത്താക്കളായി. വിജയികൾക്കുള്ള സമ്മാനദാനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. ചടങ്ങിൽ ജ്യോതിഷ KV അധ്യക്ഷയായി. വസന്തകുമാരി P, പയ്യന്നൂർ നഗരസഭ 15ാം വാർഡ് കൗൺസിലർ KV മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. 15ഓളം കുടുംബശ്രീ യൂണിറ്റുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ വിവിധതരം പായസങ്ങളും പാചകം ചെയ്തു. തുടർന്ന് സെൻട്രൽ ആർട്സ് വെള്ളൂർ അവതരിപ്പിച്ച അബ്ര കടബ്ര നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം ചുണ്ടയിൽ മോഡേൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചിത്രശില്പ ക്രാഫ്റ്റ് പ്രദർശനം കലാപ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ലബിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ചുണ്ട സ്വദേശിയും പ്രശസ്ത ചിത്രകാരനുമായ സന്തോഷ് ചുണ്ടയുടെ നേതൃത്വത്തിലാണ് ചിത്രകലാ ക്രാഫ്റ്റ് ക്യാമ്പും പ്രദർശനവും സംഘടിപ്പിച്ചത്. 3 വയസ്സുകാരിയായ നവന്യ മണികണ്ഠന്റെ കുഞ്ഞു ചിത്രങ്ങൾ മുതൽ 74 വയസ്സുള്ള ഭാനുമതി ചുണ്ടയുടെ മനോഹരമായ ക്രാഫ്റ്റ് വർക്ക് വരെ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയസ്സിനോ പരിചയത്തിനോ അതിരുകളില്ലാതെ കലയുടെ വൈവിധ്യങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രദർശനം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം മികച്ച നിലവാരം പുലർത്തുന്നതായും ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും ചിത്രകാരൻ സന്തോഷ് ചുണ്ട പറഞ്ഞു. നവന്യ മണികണ്ഠൻ, അജിത പുഞ്ചാൽ, നന്ദ പുഞ്ചാൽ, യാമ നാരായണൻ, ആരവ് രജിത്, ദിവാകരൻ IV, രചന KV, ഭാനുമതി ചുണ്ട, ജനാർദ്ദനൻ GKP എന്നിവരടക്കം നിരവധി കലാകാരന്മാരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും പ്രദർശനത്തിലെ പ്രധാന ആകർഷണങ്ങളാണ്. കലയും സൃഷ്ടിയും കൈകോർക്കുന്ന ഈ പ്രദർശനം കണ്ണപുരത്ത് ഒരു കലോത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ A ഗ്രേഡോടെ പാസ്സായ KP ഗൗരിയമ്മയ്ക്ക് അനുമോദനം നൽകി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ A ഗ്രേഡോടെ പാസ്സായ KP ഗൗരിയമ്മയ്ക്ക് അനുമോദനം നൽകി. യുവജന കലാസമിതിയിൽ വെച്ച് നടന്ന പരിപാടി രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് സുശാന്ത് K അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി K ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ E രാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, 4ാം വാർഡ് മെമ്പർ K ചന്ദ്രൻ, PP ദാമോദരൻ, സുഗണൻ മാസ്റ്റർ, EV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ 4ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. പയ്യന്നൂരിൽ നടന്ന രൂപീകരണ യോഗം DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ
4ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടക സമിതി രൂപീകരണ യോഗം നടന്നു. പയ്യന്നൂരിൽ നടന്ന രൂപീകരണ യോഗം ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള നമ്മുടെ ഓൺലൈൻ രീതികൾ തുറന്നാൽ അവർക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മളോട് പറയാതെ തന്നെ അല്ലെങ്കിൽ അതിനുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതികളും അതിനോടൊപ്പം മെച്ചപ്പെടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്ര കണ്ട് നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വളരുമ്പോഴും അതിനോട് നമ്മുടെ ഒരു പ്രതിബദ്ധത കൂടുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു നിർദ്ദേശമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബാബുമോൻ പി അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശൻ വെള്ളോറ, പയ്യന്നൂർ ഇൻസ്പെക്ടർ രജീഷ് തെരുവത്ത് പീടികയിൽ, രമേശൻ NV, അനീഷ് KP, രാജേഷ് കടമ്പേരി, പ്രിയേഷ് K, JH TV, സാഹിദ MK, വിനോദ് കുമാർ MB എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 13, 14 തീയതികളിൽ പയ്യന്നൂരിലാണ് സമ്മേളനം നടക്കുന്നത്. ജനപ്രതിനിധികൾ, ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 13 കുടുംബസംഗമം, പോലീസ് ഉദ്യോഗസ്ഥരുടെ കലാപരിപാടികൾ എന്നിവയും 14 പ്രതിനിധി സമ്മേളനവും നടക്കും. സത്യൻ K ചെയർമാനും ഗിരീഷ് കുമാർ NK കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നരിക്കോട് നവോദയ ഗ്രന്ഥാലയം ശ്രീനിവാസൻ അനുസ്മരണവും മിഴി എന്ന നോവലിലൂടെ നാടിന്റെ അഭിമാനമായ യുവ എഴുത്തുകാരി ആർഷ P നരിക്കോടിന് അനുമോദനവും സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ അനിൽ നരിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. നരിക്കോട് നവോദയ ഗ്രന്ഥാലയം ശ്രീനിവാസൻ അനുസ്മരണവും മിഴി എന്ന നോവലിലൂടെ നാടിന്റെ അഭിമാനമായ യുവ എഴുത്തുകാരി ആർഷ P നരിക്കോടിന് അനുമോദനവും സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ അനിൽ നരിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അദ്ദേഹം ഈ മെയിൻ സ്ട്രീം സിനിമകളുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ നോക്കിയാൽ മതി. വടക്ക് നോക്കേന്ദ്രം എന്ന് പറഞ്ഞ സിനിമയിൽ മായാമയൂരം എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ രംഗത്ത് പാർവതി, അതിസുന്ദരിയായ പാർവതി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വരികയാണ്. ഇന്നസെന്റ് ഒരു സൈഡിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി ഇഷിക R വിനോദ് മിഴി എന്ന നോവൽ പരിചയപ്പെടുത്തി സംസാരിച്ചു. റിട്ടയർഡ് അധ്യാപകൻ ബാലകൃഷ്ണൻ കപ്പാറ ആർഷ P നരിക്കോടിന് നവോദയയുടെ സ്നേഹോപഹാരം കൈമാറി. രമേശൻ KP, സൂരജ് PV, കുന്നൂൽ പത്മനാഭൻ, PV കുഞ്ഞിരാമൻ, നിഷാദ് TV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന പള്ളിക്കര ADLP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ചെറുകുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് പഞ്ചായത്തിലെ പള്ളിക്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര ആര്യദ്രാവിഡ ലോവർ പ്രൈമറി സ്കൂൾ പ്രദേശത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമാണ് വഹിക്കുന്നത്. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാലയം രൂപം കൊണ്ടത്. വിദ്യാഭ്യാസം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണെന്ന തിരിച്ചറിവോടെയാണ് സ്കൂളിന് തുടക്കം കുറിച്ചത്. ഇന്നും പള്ളിക്കര ADLP സ്കൂൾ ചെറുകുന്ന് പഞ്ചായത്തിലെ ഒരു അഭിമാന വിദ്യാഭ്യാസ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക രേഖ ജെയിംസ് പറഞ്ഞു. ഇന്നിപ്പം ഏകദേശം 100 വർഷം പിന്നിട്ടു. 1925 തുടങ്ങിയത് ഇപ്പോൾ 2025 വരുമ്പോഴേക്കും 100 വർഷം പിന്നിടുകയാണ്. അതിന്റെ ഭാഗമായി, അതായത് 1965 ഇന്ന് കാണുന്ന ഈ കെട്ടിടം വന്നത്. നമ്മുടെ ടഫ്രൈൽ അച്ഛനായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. ഇന്ന് ഈ ഒരു 100ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ഇന്ന് നമ്മുടെ 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയ തിരുമുറ്റത്തേക്ക് ഒരു വട്ടം കൂടി കടന്നു വന്നപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം അവർ പരസ്പരം പങ്കുവച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ ഉദ്ഘാടനം ചെയ്തു. റവറൽ ഫാദർ ജീസൺ തണ്ണിക്കോട്ട്, അഷ്റഫ് പെടേന, രേഖ JC, ഷാജി കാരക്കൽ, VP അബ്ദുൽ സലാം, K ഹരിദാസ്, റൈക്കൻ പോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. നെരുവമ്പ്രം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിക്ക് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 1951 ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് MK ഗോവിന്ദൻ നമ്പ്യാർ സ്ഥാപിച്ച നെരുവമ്പ്രം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ്. സ്കൂളിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഗമം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ എൻ്റെ പ്രസംഗത്തിനപ്പുറം ഈ വിദ്യാലയത്തിലെ ഓർമ്മകൾ പങ്കുവെക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെയില്ല. നമുക്കെല്ലാം
പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ്, അധ്യാപകർക്കായാലും അത് വിദ്യാർത്ഥികൾക്കായാലും. കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ കെ നമ്പ്യാർ, എം ബിജു, എ പി വത്സല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥ പയ്യന്നൂരിൽ നിന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ പടന്നക്കാട് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 2, 3 തീയതികളിൽ കണ്ണൂർ പയ്യാമ്പലം കൃഷ്ണൻ നമ്പ്യാർ നഗറിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥ പയ്യന്നൂരിൽ നിന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ പടന്നക്കാട് ഉദ്ഘാടനം ചെയ്തു. അതിനോട് മുന്നോടിയായി എല്ലാ മണ്ഡലത്തിലും, കണ്ണൂർ ജില്ലയുടെ എല്ലാ മണ്ഡലത്തിലും ഈ ജാഥ 2 ദിവസമായി നടന്നു പോവുകയാണ്. അതിനെ തിരിച്ച ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി, മറ്റ് സഹപ്രവർത്തകർ, മണ്ഡല കമ്മിറ്റികൾ എല്ലാവരും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ പേരിലും അതുപോലെ സംഘടനയുടെ പേരിലും അറിയിച്ചുകൊണ്ട് കൂടുതലായി ഒന്നും പറയാനില്ല. പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ്, ജില്ലാ സെക്രട്ടറി സജീവൻ ഈരണാവ്, ജമാൽ കുപ്പം, സ്വപ്ന, റഫീഖ്, അൻസാർ, ശശികുമാർ, സത്യനാഥൻ, പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവെള്ളൂർ റോട്ടറി മിഡ് ടൗണിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ ബിജോഷ് മാനുവൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ റോട്ടറി മിഡ് ടൗണിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ബിജോഷ് മാനുവൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് 200 രാജ്യങ്ങളിലെ സാമൂഹ്യ സേവനം, സാഹോദര്യം ഈ മേഖലകളിൽ വളരെ സുദീർഘമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് റോട്ടറി ഇന്റർനാഷണൽ. നമ്മുടെ മലബാർ 5 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം ആൻഡ് കോഴിക്കോട് ഏകദേശം 100ഓളം റോട്ടറി ക്ലബ്ബുകളാണുള്ളത്. അതിൽപ്പെട്ട ഒരു വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു റോട്ടറി ക്ലബ്ബാണ് റോട്ടറി പ്രസിഡന്റ് ജയരാജൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. ഹരിതകർമ്മസേനയ്ക്ക് വിൽഭരവും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രമേശൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ആർ കെ രാധാമണി, വി വി പ്രദീപൻ, സെക്രട്ടറി ശൈലജ, GGR ശ്യാംകുമാർ, എം ഷനിത്, പി സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് ജേതാക്കൾക്ക് ആദരം സംഘടിപ്പിച്ചു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് ജേതാക്കൾക്ക് ആദരം സംഘടിപ്പിച്ചു. ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയെ നയത്തോടെ നമുക്ക് എതിർക്കപ്പെടുന്നുണ്ടോ? അവരാ രാഷ്ട്രീയ നയത്തോടെ നമുക്ക് എതിർക്കില്ല. പക്ഷേ അമേരിക്കയിൽ പോയ ആൾക്ക് അവിടെ ജീവിക്കാൻ നല്ല സുഖമാണ്. തൊഴിൽ കിട്ടും, പഠിക്കാൻ ഉച്ചവരെ, ഉച്ചയ്ക്ക് ശേഷം അവർക്ക് തന്നെ അവിടെ പണിയെടുക്കാം. ആ പണിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് സുഖമായി ജീവിക്കാം. അവർക്ക് വേറെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതില്ല. പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടും. അവിടെ ജനസംഖ്യ കുറവാണല്ലോ അമേരിക്ക. അതാണ് എല്ലാവരെയും അവർ സ്വീകരിക്കുന്നത്. ജനസംഖ്യ വളരെ കുറവാണ്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് അവിടെ ഉൽപ്പാദനം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശാസ്ത്രീയ കണക്ക് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പുറത്തു വരുന്ന എല്ലാവരെയും സ്വീകരിക്കപ്പെടുന്നത്. ചടങ്ങിൽ പി വിനോദ് അധ്യക്ഷനായി. കേരള ഫോക്ലോർ ഗുരുപൂജ അവാർഡ് ജേതാവായ കൊടക്കാരന്റെ ബാലൻ, കേരള പൂരക്കളി അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവായ PP രാഘവൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. ഗംഗാധരൻ വെളിച്ചപ്പാടൻ, AV അജയൻ മാസ്റ്റർ, സനേഷ് കെ, കീനേരി ബാലകൃഷ്ണൻ, മടിക്കൈ ഗോപാലകൃഷ്ണൻ പണിക്കർ, സോമൻ പണിക്കർ, പ്രതീഷ് C തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വനിതാ പൂരക്കളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണപുരം പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതിറ മഹോത്സവത്തിന് സമാപനമായി. സമാപന ദിവസം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 5 ദിനങ്ങളിലായി നടന്നുവന്ന മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രം ആണ്ടുതിറ മഹോത്സവം പുള്ളിവേട്ടക്കുരുമകൻ ദൈവത്തിന്റെ പ്ലാവില തിരുമുടിയോടെ സമാപിച്ചു.
ക്ഷേത്ര പ്രതിദിന പൂജകളുടെ തുടക്കം കുറിച്ച കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. നീലിയാർ ഭഗവതി, കുട്ടിത്തെയ്യം പുറപ്പാട്, ഉഗ്രമൂർത്തി, പുള്ളിവേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ തിരകൾ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പുള്ളിവേട്ടക്കുരുമകന്റെ പ്ലാവില തിരുമുടിയോടെ കളിയാട്ടം സമാപിച്ചു. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അന്നദാനവും നടന്നു. ഓലച്ചൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. എല്ലാ സംക്രമ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നീലിയാർ ഭഗവതി തിറ കെട്ടിയാടിച്ചു വരുന്നു എന്ന പ്രത്യേകതയും ക്ഷേത്രത്തിനുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 2-3 തീയതികളിൽ കണ്ണൂർ പയ്യാമ്പലം കൃഷ്ണൻ നമ്പ്യാർ നഗറിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് മാസങ്ങളോളം ഭക്ഷണം ഉണ്ടാക്കി സേവനം ചെയ്തവരാണ് പാചക തൊഴിലാളികൾ. സർക്കാർ തൊഴിലനുസരിച്ചുള്ള നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെയായിട്ട് വന്ന സർക്കാരുകൾ ഈ അടുത്ത കാലം വരെയായിട്ടും ചെയ്തിട്ടുണ്ടായില്ല. ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ്, ജില്ലാ സെക്രട്ടറി സജീവൻ ഇരിണാവ്, ജമാൽ കുപ്പം, സ്വപ്ന, റഫീഖ്, അൻസാർ, ശശികുമാർ, സത്യനാഥൻ, പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി ഖാലിദ് തെരിപുരം, സലാം ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുറ്റൂർ മൈലഞ്ചേരി ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കുറ്റൂർ മൈലഞ്ചേരി പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 18 മുതൽ 21 വരെ നടക്കുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കൂവപ്പയിൽ നിന്നും ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. സമാപന ദിവസമായ ജനുവരി 21 രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് അന്നദാനമുണ്ടാകും. വൈകിട്ട് 3 മണിക്ക് മൈലഞ്ചേരി പുതിയ ഭഗവതിയുടെ പുറപ്പാട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.